അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇപ്പോൾ ഷമ്മാസ് കുറച്ച് നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. ഉമ്മ ചോദിച്ചു, അല്ല മോനെ, അല്ലെങ്കിൽ നിനക്ക് സമയമാവാറില്ലല്ലോ, സ്റ്റാഫ് തുറന്നോളും ഷോപ്പ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇപ്പം എൻ്റെ മോനെ കുറച്ച് നേരത്തെയാണല്ലോ പോകുന്നത്. ഉമ്മ, ഇപ്പം മഴയൊക്കെ അല്ലേ, അപ്പം അതുകൊണ്ട് വേഗം പോകുന്നതാണ് നല്ലത്. ആ മോനെ, അതന്നെ അല്ലെങ്കിലും നല്ലത്, നേരത്തെ പോയി ഷോപ്പ് തുറക്കണം. അല്ലാതെ നമ്മൾ 10 മണിക്കൊക്കെ തുറന്നിട്ടെന്താ. ഷമ്മാസ് പോകുമ്പോൾ ഉമ്മയോട് സലാം പറഞ്ഞിറങ്ങി. ഉമ്മ, നിങ്ങൾക്ക് എൻ്റെ കൂടെ വരാനായിട്ടില്ലല്ലേ? മോനെ, വരാം ഇൻഷാ അല്ലാ, വരണ്ട്. ഉമ്മാൻ്റെ കുട്ടീൻ്റെ ഒപ്പം ഒരു ദിവസം വരണ്ട്. അതെ, ഇവരൊക്കെ ഒന്നുകൊണ്ട് പോയിക്കോട്ടെ എന്നിട്ടാക്കാം. ഉമ്മ, അപ്പോൾ അവർ പേടിച്ചിട്ടാണോ എൻ്റെ ഉമ്മ എൻ്റെ കൂടെ വരാതിരിക്കുന്നത്? മോനെ, വരാം, എന്തായാലും വരാം. ഇപ്പം ഇവരൊക്കെ ആയിട്ടേ ഇവരൊക്കെ ഇവിടുന്ന് ഇട്ട് പോകാൻ എനിക്ക് തോന്നണില്ല. ആ കുട്ടികളും മക്കൾക്കൊന്നും അവർ തിന്നാണ്ടാക്കാനൊന്നും കൊടുക്കൂല. അങ്ങനെയാണ്, ഞാൻ വെച്ച് വിളമ്പിയാലല്ലേ ഒരു എടുത്ത് തിന്നുള്ളൂ. ആ ചെറിയ പൈതറ്റുങ്ങളെ പട്ടിണി എടുത്താൻ പാടുണ്ടോ? ഓലെന്തെങ്കിലുമൊക്കെ കൊണ്ടുവച്ച് തിന്നു. അതൊന്നും അത്ര നല്ലതല്ല, വെച്ചുണ്ടാക്കി ശീലമില്ലല്ലോ. ഉമ്മ, നിങ്ങളെന്താ ഇങ്ങനെ? നിങ്ങളെ മക്കളെ നിങ്ങൾ നല്ലപോലെ പോറ്റി വളർത്തിയതല്ലേ. അപ്പോൾ പേരക്കുട്ടികളുടെ കാര്യത്തിനും ഉമ്മ എന്തിനാ ഇങ്ങനെ വിഷമിക്കണേ? ഉമ്മക്ക് കുറച്ച് ഏറെയാണ് അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കൽ. ചില ആളുകളാണെങ്കിൽ തിരിഞ്ഞു നോക്കൂല. അല്ല, അങ്ങനെയല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. പക്ഷേ ഉമ്മ കുറച്ചൊക്കെ ഉമ്മയുടെ കാര്യം നോക്കണ്ടേ? ഇത് അവർക്ക് വേണ്ടി മാത്രം അങ്ങനെ ഏത് സമയം വെച്ച് വിളമ്പി നിന്നാലേ അവർക്കും അതൊരു ശീലമാകും. പിന്നെ എന്തായാലും ഉമ്മ ഉണ്ടാക്കുമല്ലോ, ഞങ്ങൾ ഇറങ്ങേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയും. എൻ്റെ കൂടെ ഉമ്മാനെ പറഞ്ഞയക്കാത്തതിൻ്റെ കാരണം ഉമ്മ പറഞ്ഞ കാര്യം മാത്രമൊന്നുമല്ല ഉമ്മ, ഇതൊക്കെ അതിൽ പെടുമായിരിക്കും. അവർക്കിപ്പോൾ ഉമ്മ അടുക്കളയിൽ നിന്നുകൊണ്ട് ഒഴിഞ്ഞാൽ അവർക്ക് മടിയല്ലേ അതൊക്കെ ചെയ്യാനൊക്കെ. സാരല്ല മോനെ, ആയിക്കോട്ടെ ഇൻഷാ അല്ലാ, ഞാൻ വരണ്ടേ ഒരിക്കൽ. ഉമ്മ ഒന്ന് വന്നിരുന്നെങ്കിൽ ആ ഹിജാബിയെ ഒന്ന് കാണിച്ചു കൊടുക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഷമ്മാസ് ഇത്രയും നിർബന്ധിച്ച് അവരെ വിളിക്കുന്നത്. ഉമ്മ, എന്നാ ഞാൻ പോട്ടെ. അപ്പോൾ എൻ്റെ കൂടെ ഇല്ലല്ലേ ഉമ്മ? മോനെ, മോൻ ചെല്ലേ, ഞാൻ പിന്നൊരിക്കലാക്കാം ഇൻഷാ അല്ലാ. ഉമ്മ, എന്നാൽ ശരി, അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. ഷമ്മാസ് സങ്കടത്തോടെയാണ് അന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരുന്നത്. ഉമ്മാക്ക കാറിലൊന്ന് ഇരുന്നാൽ മതി, എൻ്റെ കൂടെ കുറച്ച് സമയം, അത് കഴിഞ്ഞ് വല്ല സ്ഥലത്തേക്കും പോകാം, പിന്നെ പുറത്ത് കൊണ്ടുപോയി ഫുഡ് വാങ്ങിക്കൊടുക്കാം. അങ്ങനെ ഒരുപാട് പ്ലാനുകളൊക്കെ ഉണ്ട് എനിക്ക്. പക്ഷേ അതൊന്നും ഇപ്പം നടക്കും തോന്നണില്ല. അപ്പോൾ നവാസിൻ്റെ വൈഫ് ഫൈസലിനോട് പറയുന്നത് കേട്ടു. കണ്ടില്ലേ, ഒരു മോന് പോകുമ്പോൾ കാറിൻ്റെ ഒപ്പം നടക്കും, ഗേറ്റ് എത്തോളം നടക്കും. മഴയായാലും വേണ്ടില്ല, വെയിലായാലും വേണ്ടില്ല, ഓനങ്ങോട്ട് പുറത്തേക്ക് പോവോളം അങ്ങനെ ചെയ്യും. വേറെ 2 മക്കളുണ്ടല്ലോ ഇവിടെ. നിങ്ങളെങ്ങനെ പോകുമ്പോൾ ഉമ്മ നിങ്ങളെ വൈത്തലെങ്ങനെ നടക്കലുണ്ടോ കാറിൻ്റെ ഒപ്പം? അല്ലെങ്കിലും ഉമ്മാക്കല്പം അവനോട് തന്നെയാണ് അല്ലെങ്കിലും ഇഷ്ടം. ഇപ്പോൾ കണ്ടില്ലേ. ഫൈസലേ, എനിക്കിപ്പോൾ ഈയും ഷമ്മാസൊക്കെ ഒരുപോലെ തന്നെയാണ്, രണ്ടും എൻ്റെ ഇളച്ചന്മാരനാണ്. പക്ഷേ ഓനോട് കാണിക്കണ ആ ഒരു സ്വഭാവമല്ല മറ്റവനോട് നിങ്ങളോട് കാണിക്കണത്. അങ്ങനല്ലേ ഉമ്മാക്ക്? ഫൈസലിനെ ദേഷ്യം പിടിച്ചു നിൽക്കുന്ന സമയത്താണ് നവാസിൻ്റെ ഭാര്യ അത് പറഞ്ഞത്. അതൊക്കെ കാണാൻ പോകുന്നേ ഉള്ളൂ. അപ്പോഴേക്കും നവാസ് അങ്ങോട്ട് വന്നു. എന്താ ഫസിയെ ഈ പറയണത്? അല്ലേ, ഞാൻ ഫൈസലിനോട് പറയായിരുന്നു, ഉമ്മാൻ്റെ സ്വഭാവം കണ്ടങ്ങൾ, ഷമ്മാസ് പോവോളം ഓൻ്റെ പിന്നാലെ ഓൻ്റെ കാറിൻ്റെ ഒപ്പം ഗേറ്റ് വരെ. ഓലെ വർത്താനം തീരൂല. എന്നും അങ്ങനെ തന്നെയാണ്. എന്നും ഒരു ദിവസം മാത്രമൊന്നുമല്ല, എന്നും. എന്താണെന്നാ ഓൾക്ക് ഇത്രമാത്രം സ്വകാര്യം പറയാൻ? ഇവിടെ വേറെ 2 ആമക്കളുണ്ടോ? ഉണ്ടല്ലോ. ഓലോടൊക്കെ നിങ്ങളോടൊക്കെ അങ്ങനെ പറയലുണ്ടോ? ഫസി എന്തീ പറയണത്? എന്നോടൊക്കെ ഉമ്മ എത്ര സംസാരിക്കലുണ്ട്. പിന്നെ നമ്മളങ്ങനെ പുറത്ത് അങ്ങനെ പോവാറില്ലല്ലോ. പോവാണെങ്കിൽ ഒരുമിച്ചാണ്ട് പോവും, ഒറ്റയ്ക്ക് അങ്ങനെ. ഷമ്മാസ് തനിച്ചല്ലേ, ഓനെ വൈഫും കുട്ടികളൊന്നും ഇല്ലല്ലോ. ഈ എന്തീ പറയണത്? ഓനക്ക് ഉമ്മ അല്ലാതെ പിന്നെ ആരാ അവന് സംസാരിക്കാനുള്ളത്? ഉമ്മ അല്ലാതെ വേറെ ആരും സംസാരിക്കാൻ ഇല്ലല്ലേ ഓനക്ക്? ഇനിയിപ്പോൾ എന്താടി? അല്ലേ, ഒന്നുമില്ലേ. ഓൻ്റെ ഫോണിൽ ഇപ്പോൾ ആരോടൊക്കെ എന്തൊക്കെയോ സംസാരിക്കേണ്ടത് നിങ്ങൾക്കറിയോ? എന്താ നിൻ്റെ മനസ്സ് ഇങ്ങനെ? കുറച്ചൊക്കെ വെറുതെ അല്ലേ പെണ്ണുങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത്? പെണ്ണുങ്ങളെ മനസ്സ് എപ്പോഴും അങ്ങനെ ഓരോ കുശുമ്പാണ് എല്ലാവർക്കും ഉണ്ടാകുക. അല്ലെങ്കിൽ ഓൻ അങ്ങനെ സംസാരിച്ചെന്ന് കരുതിയിട്ട് നിനക്ക് എന്തെങ്കിലും നഷ്ടപ്പെടുന്നുണ്ടോ? ഞാൻ കണ്ടതാണ്. എന്ത്? ഓൻ നട്ടപ്പാതിലൊക്കെ ഓൺലൈനിൽ ഉണ്ടാകുന്നുണ്ട്. അത് നിങ്ങൾക്ക് അറിയാത്ത കാര്യമാക്കണ്ട. എന്താ ഫസി ഈ പറയണത്? അതിനിപ്പോൾ ഈ അത് കണ്ടിക്കണോ? കണ്ട കാര്യം പറയാൻ പറ്റുള്ളൂ. എന്താ മനുഷ്യ കാണാൻ?
ഫോൺ എടുത്ത് നോക്കിയാൽ അറിയില്ല ഒരാൾ ഓൺലൈനിലുണ്ടോ ഇല്ല എന്നൊക്കെ ഉള്ളത്. അത് നട്ടപ്പാതിരാക്ക് 12-1 മണിക്കൊക്കെ ഓന് ആ സമയത്തുണ്ട്. ഓൻ എന്തപ്പോൾ ആ സമയത്തൊക്കെ പണി? ഓന് പെണ്ണുങ്ങളേറ്റുണ്ടോ ഇങ്ങനെ ചാറ്റ് ചെയ്ത് കൊണ്ടൊക്കെ ഇരിക്കാൻ? എൻ്റെ പൊന്നാര ഫസിയെ, ഓൻ്റെ ഫ്രണ്ട്സുകളൊക്കെ മലേഷ്യയിലൊക്കെയാണ്. അപ്പോൾ ഓലോടൊക്കെ എന്തെങ്കിലും ചാറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കുമേ. അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്താലിപ്പോൾ എന്താ എനിക്കൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. എനിക്ക് മനസ്സിലായി, എൻ്റെ ആങ്ങളുടെ കുട്ടിനെ കെട്ടാത്തിൻ്റെ ദേഷ്യമായിരിക്കും അല്ലേ? അതിന് ഈ ഓനോടൊന്ന് ചോദിച്ചോ? ഒന്ന് ചോദിച്ചു നോക്കിക്കൂടെ എനിക്ക്? ഈ എന്നോട് ഇങ്ങനെ ചൂടാണെന്താ? ചോദിച്ചാൽ സമ്മതിക്കുവേനും. ഓന് 2ാം കെട്ടുകാരികളൊക്കെ പറ്റുള്ളൂ. എന്നാലും ഈ എൻ്റെ മനസ്സൊന്ന് ശുദ്ധമാക്കിയിട്ട് ഒന്ന് ചോദിച്ചു നോക്ക് ഷമ്മാസിനോട്. ഷാമോനെ, എൻ്റെ ആങ്ങളുടെ കുട്ടിക്ക് ഇങ്ങനെയുള്ള പഠിക്കുകയാണ്, കല്യാണം നോക്കാനുള്ള പരിപാടി ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഇളച്ചനെ കൊണ്ട് നോക്കാന്നുള്ളത്. അങ്ങനെ ഒരു വാക്ക് ഒന്ന് പറഞ്ഞു നോക്ക്. ഒന്ന് മനസ്സൊന്ന് റെഡിയാക്കിയിട്ട് പറഞ്ഞു നോക്ക്. ഓൻ എന്തായാലുള്ള മറുപടി എന്ന് കേൾക്കാലോ. ഞാൻ ഇത് പറഞ്ഞിട്ട് ഓൻ കെട്ടൂല എന്ന് പറഞ്ഞ് ആകെ നാണക്കേടിലാവാൻ. ഞാൻ ഓൻ്റെ മുമ്പിൽ താഴാനൊന്നും പോകുന്നില്ല. എന്താന്നില്ല, ഇത് കെട്ടുമോ എന്ന് ചോദിച്ച് നടക്കാനിപ്പോൾ എൻ്റെ ആങ്ങളുടെ കുട്ടി അത്ര കാണാൻ കോലക്കേടുള്ള കുട്ടിയോ അല്ലെങ്കിൽ ഉദ്ദില്ലാത്ത കുട്ടിയോ ഒന്നല്ലേ. എല്ലാം കൊണ്ട് നല്ല കുട്ടിയാണ്, നല്ല പൈസയുണ്ട്, സ്വത്തുമുണ്ട്, മുതലുമുണ്ട്, സൗന്ദര്യമൊക്കെ ഒഴുക്കുണ്ട്. അതാണ് നിങ്ങൾക്കൊക്കെ ഉള്ള അഹങ്കാരം. കുറച്ച് സൗന്ദര്യം ഉണ്ടെന്ന് കരുതിയിട്ട് നിങ്ങൾ വല്ലാതെ ഇങ്ങോട്ട് അഹങ്കരിക്കും. അതാണ് പ്രശ്നം. അഹങ്കരിച്ചിട്ടെന്താ? എന്തൊക്കെ തന്നെയായാലും ഈ എൻ്റെ കാര്യം എൻ്റെ മനസ്സിലുള്ളത് ഓനോടൊന്ന് തുറന്ന് പറഞ്ഞോളാം. പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ഓൻ എന്താ പറയണതെന്ന് ഒന്ന് കേട്ടാളാ. അതിനിപ്പോൾ എന്താ എനിക്ക് ഇത്ര വലിയ മുടക്കുണ്ടോ? അതെ, പിന്നെ ഓനോട് പറഞ്ഞതിന് മുമ്പ് ഈ ഉമ്മാനോടൊന്ന് പറയണം കേട്ടോ. ഉമ്മനെ നമ്മളെ ഇവിടുത്തെ ഇപ്പം ഇല്ലാത്ത സ്ഥിതിക്ക് ഉമ്മയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഉമ്മ പറഞ്ഞ് നമ്മൾ അനുസരിക്കണം. ഈ പറയണം ഉമ്മാനോട്, ഉമ്മ അങ്ങനെ എന്താ എൻ്റെ ആങ്ങളുടെ കുട്ടിക്ക് ഇങ്ങനെ ഒരു വിവാഹാലോചനയൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒന്ന് ഷാമോനോടൊന്ന് പറഞ്ഞു നോക്കൂ, ഓന് പറ്റുമോന്നാവും എന്നുള്ളത്. ഒന്ന് ജസ്റ്റ് ഒന്ന് ഉമ്മാനോടല്ലേ, വേറെ ആരോടും അല്ലല്ലോ. നവാസ്ക, നിങ്ങൾ വല്ലാതെ തന്നെ പറയിപ്പിക്കണ്ട കേട്ടോ. എന്നിട്ട് വേണം അതിൻ്റെ തൊള്ളയിലുള്ള പോയി ഞാൻ കേൾക്കാൻ അല്ലേ? ഉമ്മ അങ്ങനെ പറയുന്നില്ലല്ലോ, കാര്യത്തിന് എന്തെങ്കിലും പറയാമെന്നല്ലാതെ. അതന്നെയാണേ. ഇതിപ്പോൾ ഞാൻ പറഞ്ഞാൽ അല്ലെങ്കിൽ ഇഷ്ടമില്ല, പിന്നെ തന്നെ ഇഷ്ടമില്ല. പിന്നെ ഇപ്പം എങ്ങനെ എൻ്റെ കുടുംബത്തിൽ നിന്ന് അതെങ്ങനെ ഉമ്മ സമ്മതിക്കോ? ഓന് പിന്നെ ഷമ്മാസ് അങ്ങനത്തെ ഒരാളായിരുന്നു. ഓന് നല്ല എല്ലാം പറഞ്ഞ് സെറ്റാക്കിയാൽ നല്ല കുട്ടിയാണ്. ഓൻ്റെ സ്വഭാവത്തിന് വേറൊരു ഇതാണ്. നല്ലൊരു മനുഷ്യന്മാരോട് നല്ലൊരു മനുഷ്യത്വം സ്വഭാവവും ഇതൊക്കെ ഉള്ള നല്ലൊരു ചെക്കനായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് ഓനെ ഇഷ്ടപ്പെട്ടത്. പിന്നെയെന്ന് വെച്ചാൽ ഇവിടെ അത്യാവശ്യം കഴിയാൻ മാത്രം എല്ലാം ഉണ്ടല്ലോ. നല്ലൊരു പുതിയാപ്പിളിന് ഓനെ കിട്ടിയ പിന്നെ കഴിച്ചിലാവും ഏത് പെണ്ണോ. ഓൻ്റെ സ്വഭാവം നിങ്ങളെ പോലെയൊന്നല്ല, ഫൈസലിനെ പോലെയല്ല, നിങ്ങളെ പോലെയല്ല. എന്താടി ഞങ്ങൾക്ക് കുഴപ്പം അല്ലേ? അങ്ങനല്ലേ, ഓനക്ക് ഓൻ്റേതായിട്ടൊരു തീരുമാനം എടുക്കാനുള്ള ഒരു ഇതുണ്ട്. അതുമല്ല, ഓൻ നല്ലത് മാത്രമേ തിരഞ്ഞെടുക്കുള്ളൂ. അങ്ങനെയുണ്ട്, എല്ലാം തിരഞ്ഞെടുക്കുമല്ലോ ഓനെ ആലോചിച്ചിട്ട് നല്ലത് മാത്രം തിരഞ്ഞെടുത്ത് നല്ലതായി നല്ല രീതിയിൽ ജീവിക്കുക. അതാണ് ഓൻ്റെയൊക്കെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ. അങ്ങനെ എനിക്ക് എത്ര ആഗ്രഹമുണ്ട് ചോദിച്ചു നോക്കി. എന്തായാലും ഫസ്റ്റ് ഉമ്മയോട് ചോദിച്ചോട്ടോ. ഉമ്മയാനോട് ചോദിക്കാതെ നേരിട്ട് ഓനോട് പോയി ചോദിച്ചാൽ ഉമ്മാൻ്റെ സമ്മതി ഓൻ നോക്കുള്ളൂ എപ്പോഴും. എല്ലാ കാര്യത്തിനും ഓൻ അങ്ങനെ തന്നെ. ഓൻ ചെറുപ്പം മുതലേ അങ്ങനെ, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. എന്നിട്ടാ പോനെ വേറെ ഏതൊരു പെണ്ണിനെ കെട്ടാൻ നിൽക്കുന്നുണ്ടെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടത്. ഉമ്മാനോട് ചോദിച്ചിട്ട് എപ്പോഴും നിങ്ങൾ ഓനൊരു അധികം ഒരു പുകഴ്ത്തലാണ്. അപ്പോൾ ഈ എന്നല്ലേ പറഞ്ഞത് ഓൻ്റെ സ്വഭാവം നല്ലതാണ്. ശരിയാണ്, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ഇത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യമാണ് തോന്നിയത്. എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് ഉമ്മാനോടൊന്ന് സോപ്പിട്ട് നോക്കട്ടെ. അപ്പോഴേക്കും കുറച്ച് കഴിഞ്ഞപ്പോൾ ഫസീല അവളുടെ ആങ്ങൾക്ക് വിളിക്കുന്നു. പിന്നെ കാക്ക, നമ്മളെ ഇളച്ചനുണ്ടല്ലോ, ഓന് എല്ലാം കൊണ്ടും നല്ലതാണേ. ഓനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പെൺകുട്ടികൾ കഴിച്ചിലാവും. ആണോ? എനിക്കറിയാലോ, ചെറുപ്പത്തിലൊക്കെ. അതെ, ഇപ്പോൾ മലേഷ്യയിൽ പോയി 4 വർഷമൊക്കെ കഴിഞ്ഞതിന് ശേഷം വന്ന് ഇവിടെ സെറ്റപ്പായി മൊബൈൽ ഷോപ്പ് തുടങ്ങി 2ാമത്തെ ഷോപ്പിൻ്റെ പണിയാണിപ്പോൾ. അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഗൾഫിൽ പോകാൻ നിൽക്കണം, സൗദിക്ക്. അവിടെ എന്താ ബിസിനസ് എന്താ തുടങ്ങണമെന്നോ അങ്ങനെയൊക്കെയാണ് പറയണത്. ഇവിടുത്തെ പോരായിട്ട് അവിടെ ഷോപ്പ് ഇടണം അങ്ങനെയൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട്. അതേ, നല്ല ചെക്കനാണ്. എല്ലാം കൊണ്ടെന്ന് വെച്ചാൽ നിസ്കാരത്തിൻ്റെ കാര്യത്തിലായാലും ദീനീപരമായിട്ട് ഒക്കെ എല്ലാം നല്ലതാണ് ഓന്. ഭയങ്കര ചിട്ടയാണ് ഓൻ്റെ കാര്യങ്ങൾക്കൊക്കെ. അങ്ങനെയൊക്കെയാണ് ഇതുവരെ. ഇനിയിപ്പോൾ എങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഇതുവരെ അങ്ങനെ തന്നെയാണ് ഓന്. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ നമുക്കത് കണ്ട് നോക്കിയാൽ നമ്മളെ കുട്ടിക്ക് അതങ്ങോട്ട് കിട്ടും. കിട്ടിയാൽ കഴിച്ചിലായി. ഓനെ കിട്ടിയാൽ പെൺകുട്ടികൾ ഒരിക്കലും
കഷ്ടപ്പെടേണ്ടി വരില്ല. അതിൻ്റേതായിട്ടുള്ളത് മറ്റോരെ പോരൊന്നല്ല. ഇനിയിപ്പോൾ നവാസ്ഖാനെ പോലെ ഫൈസലിനെ പോലെ ഒന്നല്ല. ഓൻ്റെ ഒരു സ്വഭാവം വ്യത്യസ്തമാണ്. അതിന് ഇനിയിപ്പോൾ എന്ത് ചെയ്യുക? അതിപ്പോൾ നിങ്ങളെ വീട്ടുകാർക്ക് സമ്മതം ഉണ്ടാവുമോ? അതൊക്കെ എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കാൻ വേണ്ടി നോക്കാം. ഫസീല, ഈ പറഞ്ഞല്ലോ നല്ല ദീനിച്ചിട്ടുള്ള കുട്ടിയാണ് അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മളെ മോളെ സ്ഥിതി എനിക്കറിയില്ലേ? മോള് ഭയങ്കര ഫാഷനല്ലേ. നമുക്കൊക്കെ പിന്നെ അങ്ങനെയല്ല ശീലമായിട്ടുള്ളൂ. ഇങ്ങനത്തെ പോലെയൊക്കെ ഓനക്ക് പറ്റുമെന്നപ്പോൾ ഞാൻ ആലോചിക്കണത്. എന്താണ് ഓള് കോളേജിലൊക്കെ പോകുമ്പോൾ ഫുള്ള് ജീൻസും ടീഷർട്ടൊക്കെ ഇട്ട് തട്ടം പോലും മര്യാദക്ക് ഇടാതെ അങ്ങനെയൊക്കെയാണ് നടക്കാറുള്ളത്. അതല്ല ഷമ്മാസ് ഇനി ഇവളെ കാണുമ്പോൾ പറ്റൂല എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. അതൊക്കെ നമുക്ക് പറ്റിക്കാന്നേ. ഓനക്ക് ഇഷ്ടം കുറച്ച് ദീനിയായി നടക്കണതൊക്കെ തന്നെയാണ്. അത് ഫസ്റ്റൊക്കെ വേണേൽ ഓൻ്റെ കണ്ണ് പൊടിയിട്ട് അങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടാം. പിന്നെ ഉള്ള ഇഷ്ടം പോലെ ആയിക്കോട്ടെ. കെട്ടിക്കഴിഞ്ഞാൽ ഇപ്പം എന്താ? പിന്നെ ഇപ്പം എന്താ? ഞാനൊക്കെ എൻ്റെ കീഴിലാണ് നവാസ്ക നിൽക്കുന്നത്. ഞാനാണ് മൂപ്പരെ ഭരിക്കണത്. ഞാൻ പറയണ പോലെ തന്നെയാണ് നവാസ്ഖാൻ്റെ തീരുമാനങ്ങൾ. അതേപോലെ തന്നെ ഓളും ആക്കൂലേ. ഓൾക്ക് പിന്നെന്താ, ആണുങ്ങളെ പറഞ്ഞ പോലെ ആക്കാനും കഴിയൂലേ. പല പെണ്ണുങ്ങളും അങ്ങനെ തന്നെ ആണല്ലോ. ആണുങ്ങളെ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ വരച്ച വരയിൽ അവിടെ നിർത്തും. പിന്നെ ഓല് പറയും പോലെ ആവും. അതൊന്നും വിഷയമില്ല. ഇനി വേണമെങ്കിൽ കാണാനൊക്കെ വരുമ്പോൾ ഹിജാബൊക്കെ ഇട്ട് നിന്നോട്ടെ, ഈ പർദ്ദയൊക്കെ ഇട്ടിട്ടേ നല്ല മട്ടത്തിന് വേണമെങ്കിൽ പറഞ്ഞു കൊടുത്താൽ മതി. മോള് വരുന്നുണ്ട്, ഞാൻ ഫോൺ വെക്കട്ടെ കേട്ടോ. അങ്ങനെ ഏതാ ഫസീലയുടെ ആങ്ങള മോളെ കാണുന്നു. മോളെ, നിനക്കൊരു കല്യാണാലോചന ഉണ്ട്. ആരാണിപ്പാ? അത് ചെക്കൻ നല്ല ചെക്കനാണ്. ബിസിനസ്സാണ്. മലേഷ്യയിൽ പഠിച്ച് പിന്നെ ജോലി കാര്യങ്ങൾ ബിസിനസ് എല്ലാം ഉള്ള നല്ല സെറ്റപ്പാണ്. കാണാനും മഞ്ചനാണ്. എവിടെ ഫോട്ടോ നോക്കട്ടെ? ആ ഫോട്ടോ ഇപ്പോൾ നീ കണ്ടതല്ലേ? അത് ശരി. ഫസീലമായി പറഞ്ഞ് ഓക്കെ അതില്ലേ. പക്ഷേ എൻ്റെ ഫാഷനൊക്കെ അനുസരിച്ച് നടക്കുന്ന ആളാണോ ഉപ്പ? മോളെ, ആ കാര്യത്തിൽ മാത്രമാണ് അവനക്ക് കുറച്ച് സ്ട്രിക്റ്റ് ഉള്ളത്. ബാക്കിയൊക്കെ ഓക്കെയാണ്. അവനിഷ്ടം ദീനിയായി നടക്കണതാണത്രേ. എന്തായാലും ഹിജാബ് ധരിക്കേണ്ടി വരും. ഹിജാബ് അല്ലെങ്കിലും മൊക്കനെ കുത്തൂലേ, ഇതവിടെ കുത്തിയിട്ട് ഷാള് ചുറ്റി അങ്ങനെ ധരിക്കേണ്ടി വരും. അതുപോലെ അത്ര ഫാഷനായിട്ടൊന്നും നടക്കാനൊന്നും ഓന് സമ്മതിക്കൂല. അവന് അങ്ങനത്തെ രീതിയിലാണല്ലോ ഇഷ്ടം. ഓഹോ, അതിനാണോ അപ്പോൾ അമ്മായി എൻ്റെ തലയിൽ വെച്ച് കെട്ടാൻ നിൽക്കുന്നത്? എനിക്ക് വേണ്ട. എനിക്ക് കുറച്ച് എൻജോയ് ചെയ്ത് ജീവിക്കണം. ഞാൻ ഇപ്പോഴേ ഡ്രസ്സ് ഇതിനെന്ത് കുഴപ്പം? ഇങ്ങനെ തന്നെയല്ലേ ഇപ്പോൾ എല്ലാവരും കോളേജിലൊക്കെ പഠിക്കുമ്പോഴൊക്കെ ഈ രീതിയിൽ തന്നെയാണ്. അല്ലാതെ ഹിജാബ് ധരിച്ച് ആരും വരൂല കേട്ടോ. എന്നതിന് കിട്ടൂല. അങ്ങനെയാണെങ്കിൽ ഫാഷന് ഉണ്ടെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ എന്നോട് ആ ഒരു കാര്യം പറയേ വേണ്ട. എനിക്ക് തീരെ താല്പര്യമില്ല അങ്ങനത്തെ വിഷയത്തോട്. ആകെ ഒരു ജീവിതമുണ്ട്, അതൊന്നും അടിച്ച് പൊളിച്ച് ജീവിക്കാൻ സമ്മതിക്കാതെ പിന്നെ ഇപ്പം എന്താ? നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സൊക്കെ ഉപേക്ഷിച്ച് ഹിജാബൊക്കെ ധരിച്ച് ഉപ്പ അങ്ങനത്തെ ബന്ധം എൻ്റെ അടുത്ത് കൊണ്ടുവരേ വേണ്ടിട്ടോ. എനിക്ക് ഇഷ്ടമില്ല, താല്പര്യമില്ല. മോളെ, എല്ലാം കൊണ്ട് നല്ലതാണെന്നാണ് പറഞ്ഞത്. പിന്നെ ഇപ്പോൾ നീയായിട്ടിത് ഉപേക്ഷിക്കണോ? ഇനി ഇങ്ങനത്തെ ചെക്കന്മാരെ കിട്ടൂല എന്നാണ് പറയണത്. അവൾ അത്രക്കും നല്ല പെർഫെക്റ്റ് ആണത്രേ. അവൻ്റെ അടുത്ത് ഏത് പെണ്ണെത്തിയാലും അവൾ രക്ഷപ്പെടും, അതാണ് പറയണത്. ഉപ്പ, എനിക്ക് അങ്ങനെ രക്ഷപ്പെടേണ്ട. കുറച്ചൊക്കെ ഫാഷൻ്റെ ലോകത്ത് ജീവിക്കുന്ന ചെക്കന്മാരെ തന്നെ എനിക്ക് മതി കേട്ടോ. അല്ലെങ്കിൽ പിന്നെ അവനോട് പറയേണ്ട ഇഷ്ടത്തിനൊക്കെ ഓക്കെ, ഞാൻ അവനെ കല്യാണം കഴിക്കാൻ തയ്യാറാണ്. പക്ഷേ എനിക്ക് എൻ്റെ ഇഷ്ടങ്ങളുണ്ട്, അതിനനുസരിച്ച് എനിക്ക് ജീവിക്കണം. അതിനനുസരിച്ച് എനിക്ക് ജീവിച്ചേ പറ്റും. അതാണ് എനിക്കിഷ്ടം. അല്ലാതെ മൂടി പൊതിച്ച് കൊണ്ടുപോകും എനിക്ക് കാണുമ്പോഴേ പേടിയാണ്. എനിക്കതിനോടൊന്നും താല്പര്യമില്ല കേട്ടോ. ആദ്യം തന്നെ ഞാൻ പറഞ്ഞേക്കാം. വിവാഹമൊക്കെ ഓക്കെ ശരിയാണ്, ബിസിനസ്മാനാണ് ഓക്കെ. എല്ലാവരും ഇപ്പോൾ വേറെയുള്ള മറ്റുള്ള ജോലിക്കാർക്ക് ഇഷ്ടം എല്ലാവർക്കും ബിസിനസ്. കാരണം ബിസിനസ് എന്ന് പറഞ്ഞാൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അത് ദിനംപ്രതി നമുക്ക് ക്യാഷ് കൂടുതൽ കിട്ടുന്ന സംഭവമാണ് ബിസിനസ്. അപ്പോൾ ഓക്കെ, അതെല്ലാം ഞാൻ സമ്മതിച്ചു. പക്ഷേ ഡ്രസ്സിൻ്റെ കാര്യം അതെനിക്ക് വിട്ടുതരണം. പിന്നെ ഞാൻ കണ്ടിട്ടുണ്ട് ഫോട്ടോയിലൊക്കെ ആൾ നല്ല മൊഞ്ചനാണ്, കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. ഓക്കെ ശരിയാണ് ഓക്കെ. പക്ഷേ ഈ ഒരു സംഭവം ഡ്രസ്സിങ് അത് എനിക്ക് വിട്ടു തരണമെന്ന് പ്രത്യേകമായിട്ട് ഒന്ന് പറയണം. എന്നിട്ട് ഇങ്ങോട്ട് കാണാൻ വന്നാൽ മതി ഓക്കെ. മോളെ, അത് അവനാകെ നിർബന്ധമുള്ള ഒരു കാര്യം അതേ ഉള്ളൂ. ദീനിയായി നടക്കുന്ന പെണ്ണായിരിക്കണം, വേറെ ഒന്നും അവനൊരു വിഷയമേ അല്ലത്രേ. അതാണ് ദീനിയായ കുട്ടി, അതാണ് ഷമ്മാസ് ആഗ്രഹിക്കുന്നത്. മോളെ, എന്നാൽ നിനക്ക് ഒരു ദിവസമെങ്കിലും അവൻ വരുന്ന ദിവസമെങ്കിലും ഒന്ന് ശരിക്കൊന്ന് തട്ടമൊക്കെ ശരിക്ക് തലയിലിട്ട് നടന്നൂടെ? എൻ്റെ ഉപ്പാ, അഭിനയിക്കാനല്ലേ? അഭിനയിക്കാൻ വേണമെങ്കിൽ ഞാൻ റെഡിയാണ്. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അതുപോലെ ആയിരിക്കട്ടോ. പിന്നെ കണകുണ പറയാൻ പറ്റൂല. എനിക്ക് എൻ്റെ ഇഷ്ടപ്പെട്ട ജീവിതം, അത് എൻ്റെ ഫാഷൻ ലോകത്തെ ജീവിതമാണ്. അത്
ഒഴിവാക്കിയിട്ട് എന്നെ കിട്ടൂല കേട്ടോ. മോളെ ഞാൻ പറഞ്ഞു നോക്കാം. എന്നാലും എനിക്ക് നല്ലത് നഷ്ടപ്പെട്ടു പോവാൻ കേട്ടോ. നമ്മളെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ കിട്ടണ ഏതെങ്കിലും. പിന്നെ മോളെ ഞാൻ നിന്നോടൊരു കാര്യം പറയാം. നീ ഒരുപാട് ഫാഷൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അതിൻ്റെ പിറകിലായിട്ട് മറ്റു പലതും ഉണ്ടാവും. അങ്ങനെ നടക്കുന്നവർ ബാക്കിൽ വെള്ളടിക്കണവരുണ്ടാവും, വലിക്കണവരുണ്ടാവും, പല രീതിയിലുള്ള മയക്കുമരുന്ന് ഉപയോഗിക്കണവരുണ്ടാവും. അങ്ങനെയൊക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെ അതൊക്കെ സഹിക്കാൻ നീ തയ്യാറാണെങ്കിൽ നീ ഫാഷൻ്റെ ലോകത്തുകൂടെ പോയിക്കോ, കുഴപ്പമില്ല. അതല്ല, നല്ലൊരു ജീവിതമാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ അത് ഷമ്മാസ്. അതൊക്കെ കിട്ടാൻ കാത്തു നിൽക്കുകയാണ് ആളുകൾ. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ കിട്ടും, അല്ലേ കിട്ടൂല. ഞാൻ പറഞ്ഞല്ലോ, ആളുകൾ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. വെള്ളടിക്കുന്നവരും വലിക്കുന്നവരും അതൊന്നും അല്ല, അല്ലാത്തതിന് ഇഷ്ടം പോലെ ചെക്കന്മാർ, നല്ല അടിപൊളി ചെക്കന്മാരുണ്ട്. എനിക്ക് അങ്ങനെയൊക്കെ മതി. മകളുടെ ആ വാക്കുകൾക്ക് മുമ്പിൽ ഉപ്പാക്ക് പിന്നൊന്നും പറയാൻ കഴിഞ്ഞില്ല. ഉമ്മാക്കും അങ്ങനെ തന്നെ. ഉമ്മാക്കും നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഷമ്മാസിനെ കുറിച്ച് ആലോചിക്കുവാൻ വേണ്ടിയിട്ടൊക്കെ. നല്ല ചെക്കനാണടി, കിട്ടിയ രക്ഷപ്പെട്ടു എന്നൊക്കെ. പക്ഷേ അവൾക്ക് അങ്ങനെയൊന്നും ഇഷ്ടമില്ലായിരുന്നു. പിന്നെ ഉമ്മ പറഞ്ഞു, അല്ലെങ്കിൽ കുറച്ചൊക്കെ ഫാഷനിൽ നടക്കണം, അല്ലാതെ ഇപ്പം എന്താ ഇങ്ങനെ മൂടി പൊതിച്ചുകൊണ്ട് നടന്നാൽ എന്താ? അതൊക്കെ അവനെ നമുക്ക് പറഞ്ഞുകൊണ്ട് സെറ്റാക്കാം. ആദ്യം എങ്ങനെയെങ്കിലും ഒന്ന് റെഡിയാക്കി നിശ്ചയമൊക്കെ നിൽക്കാമെങ്കിലും ഒന്ന് കഴിച്ചിട്ടാലേ പിന്നെ അത് പതിയെ പതിയാണ് മാറിക്കോളും. ഇപ്പോൾ അവൻ അങ്ങനെയൊക്കെ പറയുകയാണ്, നിർബന്ധിക്കുക. അത് വെറുതെ ഒരു പാഴ്വാക്കാണ്. അതൊക്കെ കുറച്ച് കഴിഞ്ഞാൽ ശരിയാവും. പിന്നെ മോൾ അതങ്ങ് ശരിയാക്കി എടുത്തോളും. അങ്ങനെയൊക്കെയാണ് ഉമ്മ പറയുന്നത്. ഇവിടെയുള്ള ചർച്ചകളൊന്നും ഷമ്മാസ് അറിയുന്നേയില്ല. തൻ്റെ മൂത്തച്ചി ഫസീല പ്ലാൻ ചെയ്തതും ഒന്നും അത് പിന്നീട് ഇതൊരു വിഷയമാകും എന്നതിനെക്കുറിച്ചും അവൻ അറിയുന്നില്ല. ഷമ്മാസ് അതാ ഷോപ്പിലെത്തുമ്പോഴേ തന്നെ ഷമ്മാസിൻ്റെ കണ്ണ് ആ ഭാഗത്തേക്കാണ്. അപ്പോഴന്നെ സ്റ്റാഫ് പറഞ്ഞ്, മുതലാളി എത്തിയിട്ടില്ല കേട്ടോ, സമയമായിട്ടില്ല. എന്താടാ എന്തെത്തിയിട്ടില്ല എന്ന്? അല്ലേ, മുതലാളിൻ്റെ ആ ഹിജാബി പെണ്ണല്ലേ, അതല്ലേ ലക്ഷ്യം? എത്തിയിട്ടില്ല, സമയമാകുന്നേ ഉള്ളൂ. അവരെല്ലാവരും ഷമ്മാസിനെ കളിയാക്കുന്നു. എടാ അങ്ങനെയൊന്നുമില്ല. പിന്നെന്താ, മുതലാളിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെന്താ അത് നീട്ടി വെക്കുന്നത്? അത് വേഗം കണ്ട് സെറ്റാക്കിക്കൂടെ? എങ്കിലല്ലേ നമുക്കൊക്കെ ഒരു ബിരിയാണി കഴിക്കാൻ കൂടുള്ളൂ. നിങ്ങൾക്ക് എന്താടാ ബിരിയാണി കഴിക്കത്ര ബുദ്ധിമുട്ടാണോ? നിങ്ങൾക്ക് വാ, ഇന്നത്തെ ഫുഡ് എൻ്റെ വക, ഉച്ചയ്ക്ക് വാ നമുക്ക് പോയി കഴിക്കാം. നിങ്ങൾക്ക് ബിരിയാണിയോ മന്തിയോ അൽഫാമോ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം പോലെ. അതിലൊരുത്തൻ പറയും, നമ്മളെ ബോസ് എന്ന് പറഞ്ഞാൽ അതാണ്. എന്താണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അത് അദ്ദേഹം മാനത്ത് കാണും. നമ്മളെന്ന് വിചാരിച്ചപ്പോഴേക്കും സംഭവം സെറ്റായി. അപ്പം ഉച്ചക്കത്തെ ഫുഡൊക്കെ അതാ നമ്മളെ ബോസിൻ്റെ വക. പിന്നെന്താടാ, ഫുഡ് കഴിക്കുന്നിടത്തൊക്കെ നോക്കിയിട്ടെന്താ, നമുക്ക് ഇഷ്ടമുള്ളത് കഴിക്കാനുള്ളത്. നമ്മളെ ജീവിതം എന്ന് പറഞ്ഞാൽ ചെറുതല്ലേ, അപ്പോൾ നമ്മൾ ഇഷ്ടം പോലെയൊക്കെ കഴിക്കുക. നിങ്ങൾക്ക് എന്താ വേണ്ടേ? ഇനി വേണമെങ്കിൽ ഓരോ പാർസലും വാങ്ങിക്കോളൂ, വീട്ടിലേക്ക് വേണ്ടേ വീട്ടുകാർക്ക്? നിങ്ങൾ മാത്രം ഫുഡ് കഴിച്ചാൽ ശരിയാവുമോ? ഒരിക്കലുമില്ല. നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ നമ്മളെ വീട്ടുകാരെയും ഓർക്കണം. നിങ്ങളുടെ ഭാര്യ ഉണ്ടാവും, മക്കളുണ്ടാവും, ഉമ്മ പെങ്ങന്മാരുണ്ടാവും, അവരൊക്കെ കുറിച്ച് ആലോചിക്കുക. അവർക്കുള്ളതൊക്കെ അങ്ങോട്ട് പാഴ്സൽ കൊണ്ടുപോവുക. അപ്പം ബോസോ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുപോകാറുണ്ട്. ഞാൻ പോകുമ്പോഴൊക്കെ കൊണ്ടുപോകാറുണ്ട്. മക്കൾക്കുള്ളതും ഒക്കെ ഉള്ളത് ഞാൻ കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ നിങ്ങളും അങ്ങനെ തന്നെ. അപ്പോൾ ഇന്ന് പാഴ്സൽ വാങ്ങിക്കോളൂ കേട്ടോ. പോകുമ്പോൾ വീട്ടിലേക്കുള്ളതും വാങ്ങിക്കോ. പോകുമ്പോൾ ഉച്ചക്ക് പോയി കഴിച്ചു വന്നോ. ഓക്കെ. സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ അതാ ആ ബസ് വരുന്നു. ഷമ്മാസിൻ്റെ ഷോപ്പിന് മുമ്പിൽ ആ ബസ് നിർത്തുന്നു. ഒരുപാട് പെൺകുട്ടികൾ ഇറങ്ങുന്നു. കൂട്ടത്തിൽ ആ വെള്ളാരം കണ്ണുള്ള ആ ഹിജാബിയും ഇറങ്ങുന്നു. ലൈല മജ്നുവിൻ നാട്ടിലെ മൈലാഞ്ചി പൂവിട്ട കാട്ടിലെ. അവളുടെ ആ മനോഹരമായ കണ്ണുകൾ കൊണ്ട് അതാ ഷമ്മാസിൻ്റെ ഷോപ്പിലേക്ക് വെറുതെ ഒന്ന് നോക്കുന്നു. നേരെ ആ നോട്ടം ഷമ്മാസിൻ്റെ കണ്ണുകളിലാണ് പതിഞ്ഞത്. അവൻ ആ കൈ എടുത്തുകൊണ്ട് അവൻ്റെ നെഞ്ചത്ത് അമർത്തി പിടിച്ചു. അപ്പോഴേക്കും സ്റ്റാഫുകൾ അടുത്ത് വന്നു. നമ്മളെ ബോസിൻ്റെ ബീവി എത്തിയിട്ടോ. ഒന്ന് പോടാ നീ. അവരെല്ലാവരും ബോസിനെ കളിയാക്കുകയാണ്. അതെ, നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചിങ്ങനെ അങ്ങനെയൊക്കെ ശ്രദ്ധിക്കുമ്പോഴേ ആ കുട്ടി പേടിക്കിട്ടോ. നിങ്ങളൊന്ന് വിട്ടു നിൽക്കണേ. ഹേയ്, ഞങ്ങളൊന്നും ശല്യപ്പെടുത്താൻ വരുന്നേ ഇല്ല. ഹേയ്, അതല്ല, നമ്മൾ പറയാൻ പറ്റില്ലല്ലോ ആ കുട്ടിയുടെ മനസ്സിൽ എന്താണെന്നുള്ളത്. ഒരു പക്ഷേ എന്നോട് ദേഷ്യമായിരിക്കും ഞാനിങ്ങനെ നോക്കുന്നതുകൊണ്ട്. ഹേയ്, ദേഷ്യമൊന്നുമില്ല, ഒരിക്കലും അങ്ങനെ ദേഷ്യം വരാൻ ചാൻസ് ഇല്ല. ദേഷ്യമല്ല, ഷമ്മാസ്കയോട് അവൾക്ക് ഇത്തിരി പ്രണയമുണ്ട്. ഒരിത്തിരി. ഒന്ന് പോടാ. അങ്ങനെയുള്ള പെണ്ണൊന്നല്ല അവൾ. നല്ല പെൺകുട്ടിയാണ്, നല്ല ദീനിയായ പെൺകുട്ടിയാണ്. അവൾക്ക് അങ്ങനത്തെ ആ സ്വഭാവമൊന്നുമില്ല.
പിന്നെ എങ്കിലും ഇത്തിരി ഹേയ് ഒരു ഇത്തിരിയോ ഇല്ല. അവൾ ആ തരക്കാരിയല്ല. ചില പെൺകുട്ടികളാണെങ്കിൽ എപ്പോഴും ചാടി വീഴും അങ്ങനെ എന്തെങ്കിലും കേൾക്കുമ്പോൾ. അപ്പോൾ ബോസ് എന്തെങ്കിലും അവളോട് പറഞ്ഞോ? ഹേയ് പറഞ്ഞിട്ടൊന്നുമില്ല, പക്ഷേ എന്നാലും അപ്പോൾ അങ്ങനെയൊക്കെയല്ലേ കാര്യങ്ങളൊന്നും ആയിട്ടൊന്നുമില്ലടോ. അത് എനിക്ക് ഒരു ഹിജാബിയെ ഇഷ്ടപ്പെട്ടു, അതിന് അപ്പുറത്തേക്കായിട്ട് മറ്റൊന്നുമില്ല. ഞാനവളെ വിവാഹം കഴിക്കുമെന്നോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും എനിക്ക് ഉറപ്പുമില്ല. അതൊക്കെ പഠിച്ചവൻ്റെ അടുത്തല്ലേ. ഹയറാണെങ്കിൽ ലഭിക്കട്ടെ. എന്തായാലും ഹയറാവട്ടെ, എന്നിട്ട് വേണം നമുക്കൊരു അടിച്ച് പൊളിക്കാനെന്ന്. നമുക്ക് എങ്ങോട്ടോ ടൂറ് പ്ലാനിങ്, ഹണിമൂൺ എങ്ങോട്ടോ? അപ്പോഴേക്കും സ്റ്റാഫ് എല്ലാവരും കൂടി ബോസിൻ്റെ നേർക്ക്, പഠിച്ചോനെ അതൊന്ന് റെഡി ആവട്ടെ, റെഡി ആയിട്ട് ഇൻഷാ അല്ലാ നിങ്ങളോടൊക്കെ ഞാൻ പറയും. ഇതിപ്പോൾ ഒന്നും ആയിട്ടില്ലല്ലോ, നമുക്ക് അറിയില്ല അതാരാണ്, എന്താണ്, എങ്ങനെയാണ് സംഭവം ഒന്നും അറിയില്ല. അറിയാത്തതിനെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് അങ്ങനെ ആഗ്രഹിക്കാൻ പാടില്ല. നമുക്ക് ആഗ്രഹിച്ചത് ലഭിച്ചില്ലെങ്കിൽ അത് സങ്കടമാവും. അതുകൊണ്ട് ആഗ്രഹിക്കുമ്പോൾ തന്നെ നമ്മൾ ചിന്തിക്കണം, അല്ലാ പഠിച്ചോനെ നിൻ്റെ വിധിയുണ്ടെങ്കിലാണല്ലോ അത് നടക്കുക. അപ്പോൾ നീ എനിക്കത് ഹയറാക്കി തരണേ എന്നാണ്. അല്ലെങ്കിൽ ഭയങ്കര നിരാശയായിരിക്കും. അന്ന് ഷമ്മാസ് ഹിജാബിയെ ഒരു വട്ടം കൂടി കാണുവാൻ വേണ്ടി വല്ലാതെ അങ്ങ് കൊതിച്ചു. ഒന്ന് ആ കോളേജിനകത്തേക്കൊന്ന് പോയി നോക്കിയാലോ, എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി സാറിനോടൊന്ന് സംസാരിക്കാനോ. അല്ലെങ്കിൽ അത് വേണ്ട, അത് മോശമാണ്. അപ്പോൾ വിചാരിക്കും ആ ഹിജാബിയെ കാണാൻ വന്നതാണെന്ന്. ഇതിപ്പോൾ ഒരൊറ്റ നിമിഷം മാത്രമേ കാണുള്ളൂ, അപ്പോഴേക്കും അവൾ തിരിഞ്ഞു പോകും. ഒന്നും കൂടി കാണാമായിരുന്നു. അവളുടെ ആ മനോഹരമായ കണ്ണുകൾ അത് ഷമ്മാസിൻ്റെ ഹൃദയത്തിൽ വല്ലാതെ അങ്ങ് പതിയുകയാണ്. അവൾ എന്തായിരിക്കും എന്നോട് പറയാനുണ്ടാവുക? അവൾക്ക് എന്തൊക്കെയോ എന്നോട് പറയാനുണ്ട്. പക്ഷേ അവൾ പറയുമ്പോൾ അത് അവൾക്ക് പുറത്തേക്ക് എടുക്കുവാൻ കഴിയുന്നില്ല. അവൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. ഒരുപാട് തടസ്സങ്ങൾ അവൾക്ക് ഉള്ള പോലെയാണ് ആ ഒരു സംസാരം അധികമൊന്നും എങ്കിലും ഹിജാബി എന്തുകൊണ്ടായിരിക്കും അന്ന് പിന്നെ ഓൺലൈനിൽ നിന്നും വരാതിരുന്നത്? എന്താണാവോ? എന്നോട് ഇഷ്ടമില്ലെങ്കിൽ പിന്നെ അവൾ എന്നെ അങ്ങനെ നോക്കില്ല. അവൾ എന്നും എന്നെ ശരിക്കും ഒന്ന് നോക്കിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എന്തായിരിക്കും അവളുടെ മനസ്സിൽ? എന്നോട് ഇഷ്ടമുണ്ടാവുമോ? അവളൊന്നും എന്നോട് തുറന്നിതുവരെ പറഞ്ഞിട്ടില്ല. എന്നോട് പറഞ്ഞത് എൻ്റെ കാര്യം അറിഞ്ഞാൽ നിങ്ങളൊരിക്കലും എന്നെ ഇഷ്ടപ്പെടൂല എന്നാണ്. എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമേ ഇല്ല. എനിക്ക് എന്തൊക്കെ തന്നെയായാലും അവളെ ഒരുപാട് ഇഷ്ടമാണ്, ഒത്തിരി ഇഷ്ടമാണ്. എൻ്റെ ജീവിതത്തിലേക്ക് അവളെ കൈപിടിച്ച് ഞാൻ കൊണ്ടുപോകും. എൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ പഠിച്ചോനെ അത് അവൾ മാത്രമായിരിക്കണം. അതാണ് എൻ്റെ ആഗ്രഹം. മറ്റൊന്നും ഞാൻ ആലോചിക്കുന്നേ ഇല്ല. ഷമ്മാസ് വെറുതെ പുറത്തേക്ക് കണ്ണും നട്ട് ആലോചിച്ചിരിക്കുമ്പോൾ സ്റ്റാഫ് വന്ന് പറഞ്ഞു, ബോസേ എന്താ? എന്തോ ഒരു ആലോചനയിലാണല്ലോ. ഒന്നുമില്ലല്ലോ, എന്ത് പറ്റി? അതെ, അവിടെ കുറച്ച് കളക്ഷൻസ് അവർ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. വണ്ടി ഇപ്പോൾ വരുമെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ്. ഏതാണ്? ഐഫോൺ ആണോ? 50. ഓക്കെ. എന്നാൽ അത് സെറ്റപ്പ് ചെയ്തോളൂ കേട്ടോ കാര്യങ്ങളൊക്കെ. ഷമ്മാസിൻ്റെ പ്രതീക്ഷകൾ അതാ വീണ്ടും നുസൈബയുടെ നേരെയാണ്. ആ മനോഹരമായ കണ്ണുകൾ, പഠിച്ചവനെ അതെനിക്ക് സ്വന്തമാക്കാൻ കഴിയുമോ? ഷമ്മാസ് ആലോചിച്ചു കൊണ്ടിരുന്നു. ആ ക്ലാസ് വിടുന്നതും ആ ഇൻ്റർവെല്ലിൻ്റെ സമയവും. ആ സമയത്ത് ഷമ്മാസദ വെറുതെ സ്കൂളിൻ്റെ ആ ഗേറ്റിനടുത്തേക്ക് നോക്കി നിൽക്കുകയാണ്. തൻ്റെ പ്രിയപ്പെട്ട ഹിജാബി, മനോഹരമായ കണ്ണുകളുള്ള ഹിജാബി പുറത്തു വരുന്നതും നോക്കി നിന്നുകൊണ്ട്. ഇൻഷാ അല്ലാ ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.